ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സിൽ ജനുവരി 2023 എല്ലാ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സും നമുക്കൊരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ അതായത് 2023 ജനുവരിയിൽ തുടങ്ങി നമുക്ക് 2024 ഏകദേശം ഒരു ജൂൺ വരെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ഓരോരോ പാർട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത്. ചെറുധാന്യ വർഷം ഏതായിരുന്നു? അത് 2023 ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏതായിരുന്നു? അത് 2024 ഒട്ടക വർഷം. 2023 എന്തായിരുന്നു? ചെറുധാന്യ വർഷം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്ന സ്ഥലം എവിടെയാണ്? അണ്ടർ വാട്ടർ മെട്രോ അത് കൊൽക്കത്തയിലാണ് അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. 2023 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണത്? ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് 2023, അതായത് 17ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെയാണ് ഇൻഡോറിൽ വേദിയായിരുന്നത്. അതായത് നമുക്കറിയാം 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഈ 2003 മുതലാണ് ഈ ദിവസം ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. അതായത് 17ാമതിൻ്റെ തീം എന്തായിരുന്നു അന്നത്തത്? ഡയസ്പോറ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയസ്പോറ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്കായി വിശ്വസനീയമായ പങ്കാളികൾ. ഇതായിരുന്നു 17ാമതിൻ്റെ തീം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് 18ാമത് 2024. നമുക്കറിയാം 2 വർഷം കൂടുമ്പോഴാണ് ഇതൊരു ദിവസമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ 2018ാമത് പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറഞ്ഞാൽ അത് 2025. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയായിരുന്നു? ഒന്നാമത്തത് സിദ്ധാർത്ഥ് ബാലകൃഷ്ണൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ചിലപ്പോൾ ഓഡ് വൺ ഔട്ടായിട്ടൊക്കെ ചോദിക്കാം. സിദ്ധാർത്ഥ് ബാലകൃഷ്ണൻ. പിന്നെ ആരാണ്? രാജേഷ് സുബ്രഹ്മണ്യം. മൂന്നാമത്തെ ആളാണ് ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ. ഈ 3 പേർക്കായിരുന്നു 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2023 പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയായിരുന്നു? അത് ഇൻഡോർ ആയിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ ആയിരുന്നു വേദി. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം അധ്യാപികയായ ഫാത്തിമ ഷെയ്ഖിനെ കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതായിരുന്നു? അത് ആന്ധ്രാപ്രദേശാണ്. ഇതാണ് ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് ഇത്? നമ്മുടെ കൊല്ലം ജില്ലയാണ് രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല. ജനുവരി 14, 2023 ആദ്യം എന്ത് ചെയ്യുന്ന കൊല്ലം ജില്ലയ്ക്ക് നേടുന്നത്. 108ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയാകുന്ന നഗരം ഏതാണ്? 108ാമത്തത് ഏതായിരുന്നു? നാഗ്പൂർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആണ് 108ാമത്. 109 ആണെങ്കിലോ അത് ലക്നൗ ആണ്. ലക്നൗ യൂണിവേഴ്സിറ്റിയാണ് 109ാമത്തെ സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത്. തെരുവിൽ താമസിക്കുന്ന കുട്ടികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് ബാൽ സ്നേഹി ബസ്സുകളും വാനുകളും ആരംഭിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ബാൽ സ്നേഹി മഹാരാഷ്ട്ര. രഞ്ജി ട്രോഫിയിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരം ആരാണ്? ജയദേവ് ഉനദ്ഘട്ട് ആണ് രഞ്ജി ട്രോഫിയിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്ന ആദ്യ താരം എന്ന് പറയുന്നത്. 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് 2022 ആരായിരുന്നു? അംബികാസുധൻ മങ്ങാടാണ് 2022 ഓടക്കുഴൽ അവാർഡ്. അംബികാസുധൻ മങ്ങാട്. ഏതായിരുന്നു? അദ്ദേഹത്തിന്റെ കഥാസമാഹാരമായ പ്രാണവായു. ഇനി 2022 പറഞ്ഞെങ്കിൽ ജസ്റ്റ് നോക്കി വയ്ക്കുക. 2023 ആരായിരുന്നു? 2023 PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. PN ഗോപികൃഷ്ണനാണ്.
12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം രാജീവ് വിചാർ വേദി ഏർപ്പെടുത്തിയ 2022 ബെസ്റ്റ് സ്റ്റേറ്റ്സ്മാൻ അവാർഡ് നേടിയത്. ബെസ്റ്റ് സ്റ്റേറ്റ്സ്മാൻ ആരായിരുന്നു? നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥമുള്ള 2022 ബെസ്റ്റ് സ്റ്റേറ്റ്സ്മാൻ അവാർഡ് നേടിയത്. കേരളത്തിൽ സർക്കാർ ഓഫീസുകൾ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അല്ലേ? നമ്മളെല്ലാവരും ഇനി സർക്കാർ സർവീസിൽ കയറുമ്പോഴേക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. 2023 ജനുവരി 3 ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായിട്ട് ഒരു IVF യൂണിറ്റ് ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരായിരുന്നു? ശിവ ചൗഹാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ കേരളമാണ്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാര ജേതാവ് ആരായിരുന്നു? അത് ടി പത്മനാഭൻ. തേനീച്ചകൾക്ക് വാക്സിൻ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണേത്? നമ്മുടെ അമേരിക്കയാണ് തേനീച്ചകൾക്ക് വാക്സിൻ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം. 2023 ജനുവരിയിൽ ഒക്ടേവ് 2023 എന്ന കൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഒക്ടേവ് 2023 ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എപ്പോഴും എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ചോദിക്കുന്നതാണ് എപ്പോഴും പരീക്ഷയ്ക്ക്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരായിരുന്നു? നമ്മുടെ സ്പീക്കറായിരുന്ന എം ബി രാജേഷിൻ്റെയാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം. കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ആണ് പള്ളിത്തോട്ടം. എവിടെയാണ്? പള്ളിത്തോട്ടം. അതെവിടെയാണ് പള്ളിത്തോട്ടം? കൊല്ലം ജില്ലയിലെ പള്ളിത്തോട്ടം. വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ സമയത്ത് ഓരോ സെമസ്റ്ററിലും 2%-ലധികം അവധി ആനുകൂല്യം നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് ഏത്? നമ്മുടെ കുസാറ്റാണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ പ്രസവാവധി ആരായിരുന്നു? പ്രസവാവധി 6 മാസത്തോളം പ്രസവാവധി പ്രഖ്യാപിച്ചത് കേരള യൂണിവേഴ്സിറ്റിയാണ് പ്രസവാവധി. ആർത്തവാവധിയാണെങ്കിൽ അത് കുസാറ്റാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലാകിരീടം സ്വന്തമാക്കിയത് 61ാമതാണ്. ആരാണ്? നമ്മുടെ കോഴിക്കോട് തന്നെയായിരുന്നു 61ാമത്തെ വേദിയും. ഇനി 62 ഏതായിരുന്നു? 62ാമത്തെ കിരീടം സ്വന്തമാക്കിയത് ഏതാണ്? കണ്ണൂരാണ്. ഫസ്റ്റ് കണ്ണൂരും സെക്കൻഡ് കോഴിക്കോടുമായിരുന്നു. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും 2023 അതേപോലെ 24 ഒരു പകുതി വരെയും എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ടത് 61ാമത്തെന്ന് പറയുമ്പോൾ 2023 61 പഠിക്കണം, 62 പഠിക്കണം. ഈ 62ൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് 2024 ജനുവരിയുടെ കറണ്ട് അഫെയർ ചെയ്യുമ്പോൾ പഠിക്കാം. 2023 ജനുവരിയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് സഹർഷ് പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിക്ക് ആരംഭിച്ചത്? സഹർഷ് എന്ന് പറയുന്നത് തുടങ്ങിയത് ആരാണ്? ത്രിപുര. 2023 ജനുവരിയിൽ കേരള ബാങ്കിൽ ലയിപ്പിച്ച ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ്? മലപ്പുറം. നമുക്കറിയായിരുന്നു കേരള ബാങ്ക് നിലവിൽ വന്നപ്പോഴേക്കും മലപ്പുറം ഒഴികെ ബാക്കി എല്ലാവരും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. മലപ്പുറമായിരുന്നു മാറി നിന്നത്. അങ്ങനെയാണ് 2023 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കേരള ബാങ്കിൽ ലയിക്കുന്നുണ്ട്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു? നമ്മുടെ ഗോകുലം ഗോപാലനാണ് പ്രഥമ ആറാട്ടുപുഴ പണിക്കർസ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ഏതാണ്? അത് ബാംഗ്ലൂരാണ്. അപ്പോൾ എപ്പോഴും എന്താണ്? ഡൽഹിക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടായിരുന്നു ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായത്. അപ്പോൾ അതെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇത്രയും നാളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാറ്റം സംഭവിച്ചതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ജനുവരിയിൽ ഹാസ്വങ് 17 എന്ന മിസൈൽ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദി എവിടെയായിരുന്നു? അഹമ്മദാബാദ് ആയിരുന്നു 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ വേദി. 2023 റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിലെ മുഖ്യ അതിഥി 2023 അതിഥിയാണ് ആരായിരുന്നു?
അബ്ദുൾ ഫത്ത അൽ സിസി. അദ്ദേഹം ആരായിരുന്നു? ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഇനി 2024 ആരായിരുന്നു? 2024 ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. അദ്ദേഹം ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിലെ പ്രസിഡന്റ് ആയിരുന്നു ഇമ്മാനുവൽ മാക്രോൺ. 2024 തീയതി. സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച എന്നാണ്? മെയ് 17 മെയ് 17 എന്താണ്? സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനം. അപ്പോൾ കുടുംബശ്രീ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണത്? മെയ് 17. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയാണ് ഏത്? വയനാടാണ് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ല. പന്തളം കേരളവർമ്മ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ ജയകുമാറാണ് പന്തളം കേരളവർമ്മ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ജേതാക്കളായത് ആരാണ്? നമ്മുടെ പാലക്കാട് ജില്ലയാണ്. പാലക്കാട്. തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? അത് മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അർഹരായ മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? മന്ദഹാസം എന്ന് പറയുന്ന ആ മന്ദഹാസം പദ്ധതിയാണ് തമിഴ്നാട് എന്ത് ചെയ്യുന്നത്? പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ആരുടെ പേരിലാണ് ബേപ്പൂരിൽ ആകാശമിഠായി എന്ന പേരിൽ സ്മാരകം നിലവിൽ വരുന്നത്? നമുക്ക് എളുപ്പമാണ് അല്ലേ? ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിലാണ്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം? GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരളമാണ്. 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു? P. ജയചന്ദ്രനായിരുന്നു 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത്. 2024 ആരായിരുന്നു? അത് PR കുമാരകേരളവർമ്മ. അദ്ദേഹം ആരാണ്? ഒരു കർണാട്ടിക് മ്യൂസീഷ്യനാണ്. കേരളവർമ്മ. ഇതാണ് 2024 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത്. 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരത്തിന് അർഹമായ M. മുകുന്ദന്റെ കൃതി ഏതായിരുന്നു? നൃത്തം ചെയ്യുന്ന കുടകൾ. 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരത്തിന് അർഹമായത് ആരായിരുന്നു? M. മുകുന്ദന്റെ കൃതി. അപ്പം നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? M. മുകുന്ദനാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM സ്ഥാപിതമായത് എവിടെയാണത്? ഹൈദരാബാദിലാണ് ആദ്യ ഗോൾഡ് ATM സ്ഥാപിതമായത്. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം യുദ്ധവിമാന പൈലറ്റാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ആര്? സാനിയ മിർസ. നമ്മുടെ ടെന്നീസ് താരമല്ല, ഇത് വേറൊരു സാനിയ മിർസ ആണ്. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം യുദ്ധവിമാന പൈലറ്റാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിത. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടിയത് ഏതാണ്? നമ്മുടെ കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടിയത്. KR ഗൗരിയമ്മ ഫൗണ്ടേഷന്റെ ആദ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഡോക്ടർ അലൈഡ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പേരാണ് ഡോക്ടർ അലൈഡ് ഗുവേരക്. നമ്മൾ ഇക്കൂട്ടത്തിൽ ഓപ്ഷനിലായിട്ട് കുറേ മലയാളി പേരുകളൊക്കെ ഉണ്ടാകും. ഡോക്ടർ അലൈഡ് ഗുവേരക് ആരായിരുന്നു? ഇത് നമ്മുടെ ചെഗുവേരയുടെ മകളാണ് ഡോക്ടർ അലൈഡ് ഗുവേരക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരം ലഭിച്ചത് എന്തിനായിരുന്നു? അതായത് കേരള വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം എന്ന പദ്ധതിക്കാണ്. കേരള വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം എന്ന പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരം ലഭിച്ചത്. ലോകത്തെ ദൈർഘ്യമേറിയ ആഡംബര കപ്പൽ യാത്ര അതേതാണ്? MV ഗംഗാവിലാസ് ആണ് ലോകത്തെ ദൈർഘ്യമേറിയ ആഡംബര നദീജല കപ്പൽ യാത്ര. 2023 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? 2023 അത് ശ്രീകുമാരൻ തമ്പി. അതായത് നമ്മുടെ ശബരിമല ട്രസ്റ്റിന്റെ കീഴിൽ 1 ലക്ഷം രൂപയും ഫലകമൊക്കെയാണ് അതിന്റെ സമ്മാനം എന്ന് പറയുന്നത്.
ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ ജി ശങ്കരപ്പിള്ളയ്ക്കാണ് ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ പുരസ്കാരം ലഭിച്ചത്. കാഴ്ച പരിമിതർക്കുള്ള 3ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് കാഴ്ച പരിമിതർക്കുള്ള 3ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത്. ലോകപ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനായ MS സ്വാമിനാഥൻ സ്ഥാപിച്ച റിസർച്ച് ഫൗണ്ടേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായ അദ്ദേഹത്തിന്റെ മകളും ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റുമായ വ്യക്തിയാണ് ആര്? ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ 50 ക്വസ്റ്റ്യനും ഏകദേശം കംപ്ലീറ്റ്, അതായത് ജനുവരിയിൽ ചോദിച്ചിരിക്കുന്ന കംപ്ലീറ്റ് കറണ്ട് അഫെയറിലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ അതായത് PSC ബുള്ളറ്റിൻ്റെ PDF ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. PSC ബുള്ളറ്റിൻ അത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോക്ക് ബോർഡ് സ്റ്റോറീസ് എന്ന പേരിൽ തന്നെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്, ഒരു ചാനലുമുണ്ട്. ഗ്രൂപ്പിലും കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 2023 ഫെബ്രുവരിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ഫാക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക, അല്ലെങ്കിൽ അതും പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ അത് ഗ്രൂപ്പിലിടാം. നിങ്ങളൊന്ന് വായിച്ചിട്ട് വന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ നമുക്ക് അതേപോലെ ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്